നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഇന്ന് രാത്രി 9:30 വിച്ഛേദിക്കും. ഇലക്ട്രിസിറ്റി ഓഫീസറുമായി അടിയന്തരമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 7678538550. മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് വന്നത് 9046061655 എന്ന നമ്പറിൽ നിന്നും. പത്തനംതിട്ട സ്വദേശി വൈദ്യുതി ഉപഭോക്താവിനാണ് മൊബൈലിൽ ഇങ്ങനെ ഒരു സന്ദേശം എത്തിയത്. യഥാർത്ഥത്തിൽ ഈ ഉപഭോക്താവ് വൈദ്യുതി ബിൽ ഓൺലൈനായി അടച്ചതാണ്. പിന്നെ എന്തിനാണ് KSEB ഇങ്ങനെയൊരു സന്ദേശം അയച്ചത്? ടെക്സ്റ്റ് മെസ്സേജിൽ കണ്ട നമ്പറിലേക്ക് ഉപഭോക്താവ് വിളിച്ചു. ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് സ്വാഗതം, ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്ന ആൾ തുടങ്ങുന്നത്. ഉപഭോക്താവിന്റെ കൺസ്യൂമർ നമ്പർ പറയാൻ ഇയാൾ ആവശ്യപ്പെടുന്നു. പ്ലേ സ്റ്റോർ എടുത്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു. ഹലോ, വെൽക്കം ടു KSEB ഇലക്ട്രിസിറ്റി ഓഫീസ്. ഹൗ കാൻ ഹെൽപ് യു? ഒരു മെസ്സേജ് വന്നിരുന്നല്ലോ ഇതുപോലെ ബില്ല് പേയ്മെന്റിനെ കുറിച്ചിട്ട്. Could you tell me the consumer number? Let me verify. എങ്ങനെ? Could you tell me the consumer number? I will check all the detail. What is the problem you're billing? 10475. 475. Yes. Okay. Then last time paying the bill through online and cash counter? Online. You have paid through online, am I right? Yes. Yeah, actually what happened, sir, last time paying the bill through online. Okay. Okay. But your payment is not accepted my electricity board. It is a payment gateway fault. Okay. So that reason your payment not remitted my electricity board. Okay. Okay. So don't worry, sir. So how could update your previous bill? I will tell the procedure. It Okay. will take only 5 minutes. Then your previous bill was update. Okay. And don't any charge. Only update purpose. I will tell you what is the procedure. Okay. Okay. Yeah, actually one application download from KSEB. Then your previous bill was update. So can you open your mobile Play Store right now? Then I will update your bills. Okay. Yeah, Play Store open. Okay. Yes. Okay, then type sir QUICK. Then type support SUPPORT support. Then search. Then first which application coming? Yes. What is the coming? Your screen? സംഭാഷണം ഇത്രയുമായപ്പോഴേക്കും ഉപഭോക്താവിന് സംശയം തോന്നി. നേരെ KSEB ഓഫീസിലേക്ക് വിളിച്ച് ഈ വിവരം പറഞ്ഞു. മറുപടി ഇങ്ങനെയായിരുന്നു. ഹലോ, KSEB അല്ലേ സാറേ? ഞാനേ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ ബില്ല് അടച്ചിട്ടില്ല, ബില്ല് അടയ്ക്കണം, എത്രയും പെട്ടെന്ന് ഒരു നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒന്നും നിങ്ങൾ നിൽക്കണ്ട. ഇപ്പൊ 2-3 പേര് എന്നെ ഇങ്ങോട്ട് ഓഫീസിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ടേക്ക് മെസ്സേജ്. അത് ആ കൺസ്യൂമർ നമ്പർ എന്ന് പറയുമോ? കൺസ്യൂമർ നമ്പർ ഒരു സെക്കൻഡ്, 10,419. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഇവിടുത്തെ സിസ്റ്റത്തിൽ നോക്കട്ടെ നിങ്ങൾ വല്ല അടയ്ക്കാനുണ്ടോ എന്ന്. ഇല്ല, ഞാൻ അടച്ചത് അത് തന്നെ നമ്മുടെ ഉറപ്പ് വരുത്തണമല്ലോ. ശരി ശരി ശരി. ബെഞ്ചമിൻ ഡേവിഡ് ആണോ? അതെ സാർ. നിങ്ങൾ 5 പൈസ അടയ്ക്കാനില്ല കേട്ടോ. ഇല്ല. അതെ. ഇല്ല. ഇത് ഫേക്ക് മെസ്സേജ് ആണ്. അത് പിന്നെ നിങ്ങൾ അവരെ തിരിച്ചു വിളിക്കാനോ ഒന്നിനും നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന മൊത്തം അടിച്ചു പറിച്ചോണ്ട് പോകും. പക്ഷെ ഞാനിപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴേ തെലുങ്ക് ഇതാണ്. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി, തെലുങ്ക്. എന്നിട്ട് അവര് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, പിന്നെ ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതിൽ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട്. നമ്മളങ്ങനെ ഇന്ന് എത്ര മണിക്ക് കട്ട് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത് പൈസ അടച്ചില്ലെങ്കിൽ? ഇന്ന് മെസ്സേജ് വന്നിരിക്കുന്നത്, പിന്നെ ഡിയർ കസ്റ്റമർ, യുവർ ഇലക്ട്രിസിറ്റി പവർ വിൽ ബി ഡിസ്കണക്റ്റഡ് ടു നൈറ്റ് 9:30. ഞാനും കരുതി 9:30 തന്നിട്ട് രാത്രി ആര്? ഒരിക്കലും വരത്തില്ല, ഒരിക്കലും സംഭവിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം ഡിസ്കണക്ഷൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിളിക്കത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഇതെന്തായാലും കുറച്ച് പേരെ ഇൻഫോം ചെയ്യണം, ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരുന്നതിന് ശേഷം 3ാമത്തെ ആളെ ഇപ്പൊ വിളിക്കുന്നത്. പത്തനംതിട്ട കല്ലറക്കടവ് സ്വദേശി മനോജിന്റെ പിതാവിന്റെ നമ്പറിലേക്കാണ് സന്ദേശം എത്തിയത്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ ആദ്യം അവർ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ആ ആപ്പ് ഞാനപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നങ്ങ് പറഞ്ഞു. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിൽ അതിനകത്തേക്ക് ടൈപ്പ് ചെയ്യണം, ഇപ്പോൾ എന്താണ് സ്ക്രീനിൽ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് മുമ്പോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അടിപ്പ് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു
ആ ഫോൺ അങ്ങ് ഞാൻ വിച്ഛേദിക്കുകയായിരുന്നു. ഇത്തരം ടെക്സ്റ്റ് മെസ്സേജുകൾ മൊബൈൽ ഫോണിൽ വന്നാൽ ഒരു കാരണവശാലും മെസ്സേജിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിക്കരുതെന്ന് KSEB ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. രാത്രി 9:30 ഒരിക്കലും KSEB ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കില്ലെന്നും വൈകിട്ട് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഉപഭോക്താവിനെ ഫോൺ വിളിച്ച് ബില്ലടച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യാറുള്ളൂവെന്നും KSEB ഉദ്യോഗസ്ഥർ പറയുന്നു.